ഹലോ, നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായി വളരാനായിട്ട് ഈ പ്രോട്ടീൻ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കുക. അതിനാണ് മുന്നിൽ ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പ്രോട്ടീൻ പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് നമ്മുടെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി. ഇപ്പോൾ സവാള ഇത് ഫുള്ളൊന്നും വേണ്ട കേട്ടോ, ഒരു കാൽഭാഗം മതി. എഗ്ഗ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണ് എഗ്ഗ്. അപ്പോൾ നമ്മൾ ഇതിലത്തെ എഗ് വൈറ്റ് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലത്തെ മഞ്ഞയിലും ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്, പക്ഷെ മഞ്ഞ യൂസ് ചെയ്യുമ്പോൾ ബാഡ് സ്മെല്ല് വരും. അത് കാരണം കേട്ടോ മഞ്ഞ എടുക്കാത്തത്. ഞാൻ എഗ് വൈറ്റ് എടുക്കുമ്പോൾ ഒരു നുള്ളു മഞ്ഞയും കൂടിയും വീണുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയും ഒരു കുഞ്ഞ കഷ്ണം സവാളയും കൂടി എടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇഞ്ചി സവാളയൊക്കെ ചേർക്കുന്നത് നമ്മുടെ തലോട്ട് ഇങ്ങനെ ചൊറിച്ചലൊക്കെ വരാറില്ലേ, തലമുടിയൊക്കെ നന്നായി ചൊറിയാറില്ലേ, അതൊക്കെ മാറാനാണ് കേട്ടോ നമ്മുടെ ഇഞ്ചിയും സവാളയൊക്കെ എടുക്കുന്നത്. സവാളയുടെ ഒരു കാൽ ഭാഗമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. താരനൊക്കെ മാറാൻ ഓണിയൻ ജ്യൂസ് സൂപ്പർബാണ്. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും ഒരു കാൽ ഭാഗം സവാളയാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എഗ് വൈറ്റിലേക്ക് ഇതൊന്നും ഇതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിക്സിയിലൊന്നും അടിക്കില്ല കേട്ടോ, ചോപ്പ് ചെയ്തപ്പോൾ തന്നെ ഒരു ഇതായിട്ട് കൈ വെച്ചിട്ട് തന്നെ പിഴിഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ എഗ് വൈറ്റിലേക്ക് ചെയ്യുന്നത്. സവാളയുടെ ജ്യൂസും ഇഞ്ചിയുടെ ഒക്കെ ജ്യൂസ് ചേർത്ത കാരണം തന്നെ മുടിയിലത്തെ താരനൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും കേട്ടോ. ഈ പാക്ക് ആഴ്ചയിൽ ഒരു വട്ടം അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ഹെയറിന് നല്ലൊരു ചേഞ്ചസ് തന്നെ കേട്ടോ, കാരണം മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറിക്കോളും. അപ്പോൾ ഇതിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേറൊരു കൂട്ടം കൂടിയും ചേർക്കട്ടെ. നമ്മുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഹെയറിൽ ഏത് വെളിച്ചെണ്ണയാണ് തേക്കുന്നത് അത് ഒരു സ്പൂണും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എഗ് വൈറ്റും ഓണിയൻ്റെയും ഇഞ്ചിയുടെ ഒക്കെ ജ്യൂസൊക്കെ മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇത് നാലും കൂടി നന്നായി മിക്സ് ചെയ്യണം. അങ്ങനെ ഹെയർ പ്രോട്ടീൻ പാക്ക് തയ്യാറായി കഴിഞ്ഞിട്ടോ. ഇനി ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത്. അപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മുടെ മുടിയിലത്തെ കെട്ടൊക്കെ കളയണം. അപ്പോൾ ഞാൻ മുടിയിലത്തെ കെട്ടൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമ്മുടെ പാക്ക് തലയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ മണപ്പിച്ച് നോക്കണം കേട്ടോ സ്മെല്ലുണ്ടോയെന്ന്. കുറച്ച് മഞ്ഞേരെ പെട്ടക്കാരൻ്റെ സ്മെല്ലുണ്ടോയെന്ന് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓനിയൻ്റെയും ഇഞ്ചിയുടെ ഒക്കെ ജ്യൂസ് ചേർത്ത് കാരണം അങ്ങനെ സ്മെല്ലൊന്നും കാണുന്നില്ല. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലാണ് കേട്ടോ നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ റബ്ബും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കാൽപ്പിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലൊരു മസാജും കൂടി കൊടുക്കുക. ഒരു 15 മിനിറ്റ് നല്ലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഈ പാക്ക് ആഴ്ചയിൽ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായി വളരും കേട്ടോ. പിന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും കേട്ടോ ഈ പാക്ക് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഇനി 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക. നമ്മുടെ നോർമൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ.